കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ ബഡ്ജറ്റിൽ 305 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചതായി വി.ആർ. സുനിൽകുമാർ എം.എൽ.എ. വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. മാള ടൗൺ പോസ്റ്റ് ഓഫീസ് റോഡ് ഭൂമി ഏറ്റെടുത്ത് വീതി കൂട്ടി മാള ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ പൂർത്തീകരണം നടത്തുകയും പൊതുമരാമത്ത് വകുപ്പ് വഴി കൂടുതൽ തുക വകയിരുത്തുകയും ചെയ്തതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. മാള ബസ് സ്റ്റാൻഡ് പുനർനിർമ്മാണത്തിന് LSDD വഴി 1500 ലക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ മൊത്തം 305 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് കൊടുങ്ങല്ലൂരിനായി നീക്കിവെച്ചതെന്ന് എം.എൽ.എ. വി.ആർ. സുനിൽകുമാർ അറിയിച്ചു. പൊതുമരാമത്ത് വകുപ്പ്, ജലസേചന വകുപ്പ്, ടൂറിസം, തദ്ദേശ സ്വയംഭരണം എന്നിങ്ങനെ വിവിധ വകുപ്പുകളിലൂടെ പദ്ധതികൾ പ്രാവർത്തികമാകുമെന്ന് എം.എൽ.എ. അറിയിക്കുന്നു. എന്നാൽ ചില പദ്ധതികൾ ആവർത്തനങ്ങളാണ്. മുൻകാലങ്ങളിൽ ബജറ്റിൽ ഇടം നേടുകയും പദ്ധതി നിർവഹണം ഉണ്ടാവാതിരിക്കുകയും ചെയ്ത പദ്ധതികൾ ഇത്തവണയും ആവർത്തിച്ചിട്ടുണ്ട്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കുമ്പോൾ കൊടുങ്ങല്ലൂരിൽ പ്രഖ്യാപിച്ച വൻ പദ്ധതികൾക്ക് പണം എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതും വലിയ ചോദ്യമാണ്. 16 കോടി രൂപ വകയിരുത്തിയ കഴിഞ്ഞ 10 വർഷമായി ആവർത്തിക്കുന്ന മാള ടൗൺ പോസ്റ്റ് ഓഫീസ് റോഡ് ഭൂമി ഏറ്റെടുത്ത് വീതി കൂട്ടുന്ന പ്രവൃത്തി ഇനിയും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുമോ എന്നും കണ്ടറിയണം. നിലവിൽ പദ്ധതികൾക്ക് സർക്കാർ എത്ര ശതമാനം തുക വകയിരുത്തിയെന്നും അജ്ഞാതമാണ്. വകയിരുത്തിയെന്ന് പറയുന്ന പ്രവൃത്തികൾ ഇങ്ങനെയാണ്: കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തീകരണം പൊതുമരാമത്ത് വകുപ്പ് 6 കോടി, പൊയ്യ പഞ്ചായത്ത് കടാങ്കുളം നവീകരണം ആൻഡ് മാള പഞ്ചായത്ത് കരിക്കാട്ടുചാൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഇറിഗേഷൻ വകുപ്പ് 5 കോടി, വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കെട്ടുചിറ സംരക്ഷണവും ഉപ്പുവെള്ളം സ്ലൂയിസുകളുടെ നിർമ്മാണവും ഇറിഗേഷൻ വകുപ്പ് 7 കോടി, കൊടുങ്ങല്ലൂർ ആനാപ്പുഴ കക്കമാടന്തുരുത്ത് പുഴയോരം കെട്ടിട സംരക്ഷണം ഇറിഗേഷൻ വകുപ്പ് 13 കോടി, പുത്തഞ്ചിറ പഞ്ചായത്ത് ഓഡിറ്റോറിയം പൂർത്തീകരണം LSDD 2.5 കോടി, അന്നമനട പഞ്ചായത്ത് ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരണം പൊതുമരാമത്ത് വകുപ്പ് 2.5 കോടി, കുഴൂർ പഞ്ചായത്ത് കുണ്ടൂർ ബോട്ട് ജെട്ടി, ചെമ്പോത്തുരുത്ത്, പായംതുരുത്ത്, കൊച്ചുകടവ് ടൂറിസം പദ്ധതി ടൂറിസം വകുപ്പ് 6 കോടി, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ചാപ്പാറ സയൻസ് പാർക്ക് പൂർത്തീകരണം പൊതുമരാമത്ത് വകുപ്പ് 10 കോടി, മാള പഞ്ചായത്ത് അഷ്ടമിച്ചിറ ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ പൊതുമരാമത്ത് വകുപ്പ് 2 കോടി, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കുടിവെള്ള പദ്ധതി ജലവിഭവ വകുപ്പ് 75 കോടി, വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് ഓഡിറ്റോറിയം പൂർത്തീകരണം പൊതുമരാമത്ത് വകുപ്പ് 3 കോടി, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഓട്ടിസം സെന്റർ നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പ് 2 കോടി, അന്നമനട പാലിപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇറിഗേഷൻ വകുപ്പ് 60 കോടി, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ സാംസ്കാരിക നിലയം പൊതുമരാമത്ത് വകുപ്പ് 5 കോടി, കുഴൂർ കുടുംബാരോഗ്യ കേന്ദ്രം ചുറ്റുമതിൽ നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പ് 2 കോടി, വിവിധ റോഡ് വികസന പദ്ധതികൾ മാള, പൊയ്യ, അഷ്ടമിച്ചിറ, കൊടുങ്ങല്ലൂർ, കുഴൂർ, വാളൂർ തുടങ്ങി പൊതുമരാമത്ത് വകുപ്പ് 55 കോടി, മാള ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് സമുച്ചയം 15 കോടി, പൊയ്യ അഡാക്ക് ഫിഷ് ഫാമിൽ എക്കോ ടൂറിസം പദ്ധതി ടൂറിസം വകുപ്പ് 15 കോടി, മാള ടൗൺ പോസ്റ്റ് ഓഫീസ് റോഡ് ഭൂമി ഏറ്റെടുത്ത് വീതി കൂട്ടിയും ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ പൂർത്തീകരണവും പൊതുമരാമത്ത് വകുപ്പ് 16 കോടി, പുത്തഞ്ചിറ, പൊയ്യ, അന്നമനട പഞ്ചായത്തുകളിലെ വിവിധ റോഡ് വികസന പദ്ധതികൾ 3 കോടി. മീഡിയ ടൈം, മാള.